കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ അരുളി ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല. ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്? സ്വർണമോ, സ്വർണം പവിത്രമാക്കുന്ന ദേവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാലൊന്നുമില്ല. എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ രണ്ട് വായനകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആദ്യ വായനയിൽ പൗലോസ്ലീഹ തെസ്സലോനി സഭയെ അഭിനന്ദിക്കുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ നിയമജ്ഞർക്കും ഫരിസേയർക്കുമെതിരെ ദുരിതം 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 എന്ന് പറയുക. രണ്ട് ആംഗിളിൽ നിന്നാണ് നമ്മൾ ഈ വായനകളെ നോക്കി കാണേണ്ടത്. പൗലോസ്ലീഹ തെസ്സലോനി സഭ അഭിനന്ദിക്കുന്ന മൂന്ന് കാര്യങ്ങളെ പ്രതിയാണ്. ഒന്ന്, അവിടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. രണ്ട്, സ്നേഹത്തിൻ്റെ പ്രയത്നം. മൂന്ന്, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ. ഇത് മൂന്നുമാണ് ദൈവിക പുണ്യങ്ങളെന്ന് നമുക്കറിയാം. ഈ ദൈവിക പുണ്യങ്ങളിൽ ഒരു ദൈവ പൈതൽ വളരാൻ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിനോട് ഈ ഭൂമിയിൽ വെച്ച് ഒരാഴമായ പൂർണ്ണമായ ഐക്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. എപ്പോൾ? വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് പൗലോസിനെ അഭിനന്ദിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുക മാത്രമല്ല ചെയ്ത്, ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൂടി വെളിപ്പെടുത്തി. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ജീവിതാനുഭവങ്ങളുടെ നടുവിൽ പ്രവൃത്തിയും വിശ്വാസവും തമ്മിൽ ചിലപ്പോൾ ഒത്തുപോവുകയല്ല. വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമ്മൾ ഭയപ്പെടുകയും ആകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നതല്ല. ഇപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വേണമെന്ന് പറയുന്നത്. കാരണം എന്താ? പിശാച് പോലും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും പിശാചുകൾ നമ്മൾ വലിയ വ്യത്യാസമില്ല. അപ്പോൾ വിശ്വാസത്തിന് തുല്യമായ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് തുല്യമായൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ് ആ വിശ്വാസം പൂർണ്ണമാകുന്നത്. എന്നിട്ട് പറയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും സ്നേഹത്തിൻ്റെ പ്രയത്നത്തെക്കുറിച്ചും. അപ്പം ഈ വിശ്വാസ സമൂഹം നിരന്തരം സ്നേഹത്തിൽ വളരാനുള്ളൊരു പ്രയത്നം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടായാലും, വിശ്വാസപരമായ ജീവിതത്തിൻ്റെ സഹനങ്ങളുണ്ടായി, അവർക്ക് ഞെരുക്കങ്ങളുണ്ടായി, തീവ്രമായ സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയ തെസ്സലോനി സഭയോട് പൗലോസ്ലീഹ പറയാണ്, ഇത്രയും മാത്രം സഹനങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലും നിങ്ങൾ സ്നേഹത്തിൽ, ക്രിസ്തു സ്നേഹത്തിൽ വളരാനുള്ള ഒരു പ്രയത്നമെടുത്തു. നേരെ തിരിച്ചല്ല. നമ്മൾ സഹനങ്ങൾ വളരുമ്പോൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും ഒക്കെ കുറവ് ചെയ്യുന്ന പലരുടെയും ജീവിതത്തിൽ. ഇവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. സഹനങ്ങൾ ഏറിയപ്പോൾ സ്നേഹത്തിൻ്റെ പ്രയത്നം വർദ്ധിച്ചു, കൂടുതലായിട്ട് പ്രയത്നിച്ചു. എന്തിനാ? ഈശോയുടെ സ്നേഹത്തിൽ വളരാൻ. മൂന്നാമത് പറയാണ്, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നിങ്ങൾ ആഴപ്പെട്ടു. ഈ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും യേശു ക്രിസ്തുവിൽ ഒരിക്കൽ അവനെ കണ്ടുമുട്ടുമെന്നും അവനിൽ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശ, നിത്യജീവനെക്കുറിച്ചുള്ള, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടി ഈ സമൂഹം ജീവിച്ചു എന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് പൗലോസ്ലീഹ ഈ സമൂഹത്തെ പ്രശംസിക്കുമ്പോൾ, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ
മത്തായിയുടെ സുവിശേഷം 23 അധ്യായം മുഴുവനും ഈ ഫരിസേയരെയും നിയമജ്ഞരെയും അവരുടെ കപട നാട്യത്തെ കർത്താവ് വിമർശിക്കുന്നതാണ്. നിങ്ങൾക്ക് ദുരിതം 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 എന്നൊക്കെ പറഞ്ഞ് 8 ദുരിതങ്ങളെ കുറിച്ച് അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ 3 ദുരിതങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. എനിക്ക് നാളെ എൻ്റെ ബാക്കി നിങ്ങൾ കേൾക്കും. ഈ ദുരിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വളരെ കൃത്യമായ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, സ്വർഗ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയും നമ്മളിലൂടെ അനേകർ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവർ. അതായത് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും കരുണയിലും ക്ഷമയിലും, അതായത് ദൈവിക മൂല്യങ്ങളിൽ നാം ജീവിക്കുകയും അതേ മൂല്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്നവരിലേക്ക് പകരുകയും അങ്ങനെ നാമും നമ്മോട് ബന്ധപ്പെടുന്നവരെയും സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങളാക്കി തീർക്കാനുള്ളൊരു വിളിയാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിലൂടെ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നത്. ഇവര് ചെയ്ത് തന്നെ ഈശോ എന്തിനാ വിമർശിക്കുന്നത്? ഇവര് ഈ ജനത്തിന്റെ വഴി അടച്ചു കളഞ്ഞു. ഇവര് പ്രവേശിക്കുന്നുമില്ല. ഇവരിലൂടെ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ട ജനത്തിന്റെ വഴി അടച്ചു കളഞ്ഞു. ഒന്ന്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഇവര് ഈ ജനത്തെ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ വഴികളിൽ നിന്നും വ്യതിചലിപ്പിച്ചു. ഇവർ അടച്ചു കളഞ്ഞു, പോകാൻ പറ്റാത്ത രീതിയിലാക്കി. 2, അവരെ യഥാർത്ഥ വഴിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് വില കുറഞ്ഞതിലേക്ക്, ആത്മീയതയിൽ അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങളിലേക്ക്, ദൈവസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും ദൈവീക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വില കുറഞ്ഞ കാര്യങ്ങൾക്ക്, വളരെ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് ദൈവജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അപ്പോൾ 1, ഇവർ വഴി അടച്ചു കളഞ്ഞു. 2, ഇവർ വ്യതിചലിപ്പിച്ചു. 3, സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതിന് പകരം ഇവരെ പിന്തുടരുന്ന പലരും നരകത്തിൽ എത്തുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ കരയും കടലും കടന്നൊക്കെ അനേകരെ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാക്കിയിട്ട് അവസാനം അവർ നിങ്ങളെക്കാളും കഠിനമായ നരകത്തിന് അർഹരാക്കി അവരെ മാറ്റുന്നു എന്ന് പറയും. അപ്പോൾ 1, വഴിയടച്ച്, 2, വ്യതിചലിപ്പിച്ച്, 3, യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അവരെ നരകത്തിന്റെ അർഹരാക്കി മാറ്റി. ഇത് അന്നത്തെ കാലഘട്ടത്തിന്റെ ഈ നിയമം ഉണ്ടാക്കുന്നവരോട്, നിയമജ്ഞരോടും ഫരിസേയരോടൊക്കെ പറഞ്ഞ അതേ കാര്യം ഒരു ദൈവജനത്തെ നയിക്കാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ഒരു സമൂഹത്തോട് പറഞ്ഞത് ശരിക്കും നമ്മളോട് കർത്താവ് പറയുന്നത് തന്നെ. എന്നോട് നിങ്ങളോട് പറയുന്ന അത്, ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ കുടുംബത്തിന്റെ പുരോഹിത ദൗത്യം വചനം പറയുന്നത്, സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാനും നയിക്കാനും വിശുദ്ധീകരിക്കാനുമാണ്. ഇതാണ് ട്രിപ്പിൾ ദൗത്യമായിട്ട് ഒരു പുരോഹിതരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന്റെ അപ്പനമ്മയും കുടുംബത്തിന്റെ പുരോഹിതരാണ്. അപ്പൊ സ്വർഗരാജ്യത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ദൈവത്തിന്റെ കരുണയിലേക്കും വിശുദ്ധിയിലേക്കും ഒക്കെ നയിക്കേണ്ട മാതാപിതാക്കളും സഭയുടെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഞാനും, നമ്മളിലൂടെ നയിക്കപ്പെടേണ്ടവര് യഥാർത്ഥത്തിൽ എങ്ങോട്ടാണോ സ്വർഗം നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ വഴികളിലൂടെയാണോ നാം നമ്മെ, നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ ഒക്കെ നയിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാനും കൂടിയുള്ള ഒരു വചനമായിട്ട് ഇതിനെ കാണണം. വിശുദ്ധിയിലേക്ക് നയിക്കേണ്ട നമ്മുടെ മക്കളെ വിശുദ്ധിയിലേക്കാണ്, വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ വിശ്വാസത്തിൽ മരിച്ചവരാകും. പിന്നെ എങ്ങനെ നമ്മുടെ മക്കളെ വിശ്വാസത്തിലേക്ക്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മരവിച്ച് കിടക്കുമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നയിക്കാൻ പറ്റില്ല. അപ്പോ സുവിശേഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഫരിസേയരെയും നിയമജ്ഞരെയൊക്കെ കഠിനമായിട്ട് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ, എന്നിലേക്കും നിങ്ങളിലേക്കും തന്നെ വിരൽ ചൂണ്ടാനുള്ള ദൈവവചനത്തിന്റെ ഒരു സാധ്യതയായിട്ട് നമ്മളിതിനെ കാണണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മളിൽ തന്നെ സ്വർഗരാജ്യത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളെ പലപ്പോഴും പ്രയോജനപ്പെടുത്താതെയും അതിൽ നിന്നും വ്യതിചലിച്ചും ആ വഴികളെ പൂർണ്ണമായി അടച്ചും നമ്മൾ പ്രവേശിക്കാതും ഇരിക്കുകയും നമ്മളിലൂടെ പ്രവേശിക്കേണ്ടവരെ പോലും പ്രവേശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വഴി അടച്ചു കളയുന്ന ഒരാത്മീയ അപക്വമായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ചില ജീവിത അനുഭവങ്ങൾ നമ്മൾ പേറുന്നുണ്ട്, കൊണ്ട് നടക്കുന്നുണ്ട്. ആ വിഷയങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ബലമായിട്ട് മാറട്ടെ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.